ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടെ ജോർജിയയിലാണുള്ളത്. ജോർജിയയിൽ ഗാസ്ബഗി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിലാണ് ഈ ഒരു ഹട്ട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഹട്ട്. ഇത് കണ്ടോ, ഇതാണ് ഈ ഹട്ട്. ഒരു ചാലറ്റ് പോലെയാണ് വരുന്നത്. നല്ല വുഡൻ്റെ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹട്ടാണത്. പിന്നെ അതേപോലെ ഇതിൻ്റെ വ്യൂസ് വരുന്നത് ഇത് കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ വ്യൂസ്. ഈ ഒരു വില്ലേജാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ടെയിൻ്റെ മൗണ്ടെയിൻ സറൗണ്ടഡ് ഏരിയ ആണിത്. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് നമ്മളെ ഈ ഹട്ട് ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഹട്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹട്ട്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു നല്ല കുട്ടികൾക്കൊക്കെ ആടാൻ പറ്റിയ ചെറിയൊരു സ്വിങ് ഉണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെവിടെ വേറെ വലിയവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്വിങ് ഉണ്ട്. ഇതിലൊക്കെ ഇവിടെ ഫ്ലവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ആടിയിട്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. പിന്നെ അതേപോലെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരു മൗണ്ടൻ്റെ വ്യൂസ് കാര്യങ്ങൾ ഒക്കെ കിട്ടും. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. പിന്നെ ഇവിടെ അതേപോലെ ചെറിയൊരു ടേബിൾ ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എന്താണ് ചെറിയ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. സിഗരറ്റൊക്കെ വലിക്കണവർക്ക് പുകയൊക്കെ വലിച്ച് കുറ്റിയൊക്കെ ഇട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. ഓക്കെ, പിന്നെ അതേപോലെ അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർപ്രൈസ് ആവും. അതുപോലത്തെ ബ്യൂട്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതവിടെ ഫസ്റ്റ് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാം. ഒരു ഫാമിലിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ പിന്നെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. ഇതവിടെ കിച്ചണിലാണെങ്കിൽ ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം പോട്ട്, ഇപ്പോൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ മലയാളികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ ചെറിയ ബുദ്ധിമുട്ടാണ് ഇവിടെ. കാരണം നമ്മളെ കേരള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഗ്ലാസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതേപോലെ പാത്രം എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ചെറിയ ഗ്രോസറി കാര്യങ്ങളൊക്കെ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ വാഷ്റൂം ഉണ്ട് ഇവിടെ. നല്ലൊരു വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വാഷ്റൂം ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. അവിടെ ലൈറ്റ് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ വാഷ്റൂം ഉണ്ട്. പിന്നെ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഹീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതേപോലെ ഇതിൻ്റെ അപ്സ്റ്റെയറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്സ്റ്റെയറിൽ ഞാൻ കാണിച്ചു തരാം. അപ്സ്റ്റെയറിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ചെറിയ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ പോവുക. നമ്മൾ മേലെ വന്നിട്ട് നിൽക്കുക. കയറി വരുമ്പോൾ തന്നെ നല്ല ഒരു സ്പേസാണിത്. ഇത് കണ്ട, ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ കിടക്കുക. ഒരാൾക്ക് ഇവിടെ കിടക്കാം. പിന്നെ അതേപോലെ 2-3 ആൾക്ക് അവിടെ കിടക്കുക. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റഫ്സ് ഉണ്ട്. ഇതിവിടെ വിരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കിടക്കാം. ഓക്കെ, പിന്നെ അതേപോലെ ഇതാ കർട്ടണ്. ഈ കർട്ടൺ നീക്കേണ്ടല്ലോ. അതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ കാണി അല്ല, ഇവിടുത്തെ ഹോഴ്സാണ്. നമ്മൾ ബെഡിലിരുന്നിട്ട് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ്. ഇതാണ് വിൻഡോ. ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയണ്ടല്ലോ, ഇതാണ് കാണുന്നത് കംപ്ലീറ്റ് മൗണ്ടെയിൻ. ഇതിപ്പോൾ ഇവിടെ സമ്മറിനുള്ള കാഴ്ചയാണിത്. വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ഐസ് കാരണം. അപ്പോൾ ജോർജിയയിൽ വരുന്നവർ സിറ്റിയിലൊക്കെ ചിലവർ തിബിലിസിയിലൊക്കെ നിന്നിട്ട് തിരിച്ചങ്ങോട്ടന്നെ പോകും. അപ്പോൾ അതൊന്നും പോകാതെ ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഉള്ള ഈ മൗണ്ടെയിൻ്റെ താഴത്ത് ഒരു സ്റ്റേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും.